അപ്പൊ അതെ വലിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടാ. എന്തുണ്ടാവും ചെയ്യാപ്പ? എന്താണ് അരെ ഇത് മൂടി വെച്ചോണ്ട് ഇതാണ് ഇതാ നോക്കിക്കോ. ഇത് ഇത്ര കാർച്ചിന് ഇത് ഇത്ര അവിടുന്നത് അല്ല ഓണമായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയേക്കുന്ന സാധനമായിട്ട് രാവിലെ നേരം വെളുത്തു തന്നെ ഉള്ളൂ. അതായത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ചെമ്മീൻ, അതായത് കാരച്ചെമ്മീൻ, ടൈഗർ പ്രോൺസ് എന്നൊക്കെ പറയില്ലേ, അതാണ്ടത് ഈ ബോക്സുകളാക്കിയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. അതായത് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട്, പക്ഷെ അല്ലാത്തതായിട്ട് നമുക്ക് നമ്മുടെ കടകളിൽ മാത്രമായിട്ട് വിൽക്കാനുള്ള ചെമ്മീനാണ്. ഇതെല്ലാരും ടൈഗർ പ്രോൺസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കെട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഉപ്പുവെള്ളം കയറ്റി ഇറക്കി വിടുന്ന കെട്ടിലെ കാരച്ചെമ്മീനാണ് നമ്മൾ ഈ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഓണമായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് റിസ്ക് എടുത്തേക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു റിസ്ക് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണിത്. അതായത് കിലോ ഏകദേശം ഒരു 500 കിലോയ്ക്ക് താഴെ, ഏകദേശം ഒരു 456 കിലോ, ശരിയാണ്, 456 കിലോ കറക്റ്റ് തൂക്കം വരുന്ന കാരച്ചെമ്മീനാണ് ആ കാണുന്നത്. അപ്പം നമ്മൾ പതിവ് പോലെ വെളുപ്പിലതേ കടയിലോട്ട് ഞാൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച നല്ല ഉഗ്രൻ പെട്ടക്കണ കാളാഞ്ചികൾ ഒരു ചടം കൊണ്ടുവന്നൊക്കെയാണ്. ഏകദേശം ഒരു 40-45 കിലോ ഉണ്ടായിരുന്നത്. അതുകൂടാണ്ട് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്, കടൽ മീനും കായൽ മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥികൾ എന്ന് പറയുന്നത് ഈ കാണുന്ന നമ്മുടെ വണ്ടിയിൽ കാണുന്ന ഈ ബോക്സുകളാക്കിയിട്ട് ഈ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈഗർ പ്രോൺസ്, കാരച്ചെമ്മീൻ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറേ വലിപ്പമുള്ളതൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഒരു നേരത്തെ പറഞ്ഞ പോലെ 456 കിലോയോളം ടൈഗർ പ്രോൺസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മുതലാണിത്. അതാണ് ഞാൻ പറയാനായിട്ട് കാരണം. നമ്മൾ റിസ്ക് എടുത്തൊക്കെയാണ് നമ്മൾ ഈ തിരുവോണമായിട്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 456 കിലോ വിറ്റ് തീർക്കാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന പരിപാടിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മളുടെ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് മാത്രം എടുത്തേക്കുന്ന ചെമ്മീനാണിത്. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ട് വിൽക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ ദൈവം സഹായിച്ച് വിൽറ്റ് തീർക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കണം നമ്മൾ. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും ഐസ് വീഴാത്ത ചെമ്മീനാണ്. ഇതുവരെയായിട്ടും ഒരു തരി പോലും ഐസ് നമ്മൾ ഇട്ടിട്ടില്ല. നേരെ പിടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ, നമ്മുടെ സ്വന്തം വണ്ടിയിൽ ബോക്സുകളിലാക്കിയിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഐസ് ഇടുന്നതിന് മുൻപേ നമ്മൾ ഇതിനെ തൂക്കി നോക്കാനായിട്ട് പോവേണ്ട. അപ്പോൾ ഓരോരോ കൊട്ടകളാക്കിയിട്ട് നമ്മൾ 25 കിലോത്തിന്റെ തൂക്കമായിട്ട് പിടിക്കണം. അപ്പോൾ ആ 25 കിലോ ഓരോരോ ബോക്സുകളായിട്ട് നിറച്ച് നമ്മൾ വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനുശേഷം ഇത് തിരിയേണ്ടതായിട്ടുണ്ട്. അതായത് വലുപ്പമുള്ളതും വലുപ്പം കുറവുള്ളതൊക്കെ മാറ്റി നമുക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിപ്പെട്ട ഒരു പരിപാടി ആണ്. അതായത് നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ കാണുന്ന കൊട്ടയിൽ 25 കിലോ തികച്ചതിന് ശേഷം ഈ കാണുന്ന പോലെ നമ്മുടെ ഈ ബോക്സിലേക്ക് കൊണ്ട് ചൊരിയണം. കണ്ടത് ഒരു തരി ഐസ് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് അത്രയ്ക്ക് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ അതിൽ കാര്യമില്ല, ഫ്രഷായ സാധനത്തിനെ ഫ്രഷായി തന്നെ കാത്തു സൂക്ഷിക്കുന്നതിലാണ് കഴിവുള്ളത്. അതായത് ഈ ഇത്രയും പെരുത്ത് ചെമ്മീൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തൂക്കി നോക്കണം. അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഐസ് ഇടണം. ഐസ് ഇട്ടാലാണ് ഇത് ഫ്രഷായി തന്നെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നല്ല നമ്മുടെ നാട്ടുകാർക്കും പിന്നെ ഓണമായിട്ട് നമ്മുടെ അകലങ്ങളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കടയിൽ. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ്. അതുകൂടാണ്ട് നമ്മളിതിനെ കുറേ ക്വാണ്ടിറ്റി നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നും വരുന്നുണ്ട്, ഇതേപോലെ തന്നെ നമുക്ക് നാളെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉത്രാട ദിനത്തിൽ വന്ന കാരച്ചെമ്മീനാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൂക്കി നോക്കി ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ബോക്സും കാര്യങ്ങളൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്ര ബോക്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോൾ നിറച്ച് വന്നപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ബോക്സോളം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു 20 ബോക്സിൽ താഴെ നിൽക്കും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്തോരം പോകുന്നു. പലരും ചോദിക്കാറുണ്ട് ചെമ്മീൻ്റെ അതേ രുചി തന്നെയല്ലേ കാരച്ചെമ്മീൻ, അല്ലെങ്കിൽ ആ ഒരു രുചി തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ പറയും ചെമ്മീൻ്റെ അതേ രുചിയല്ല. കാരച്ചെമ്മീൻ്റെ രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വേറൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാരച്ചെമ്മീൻ ഇത്രയും വില വരുന്നത് കേട്ടോ. ഏകദേശം ഒരു 540-520 ആ ഒരു റേഞ്ച് ഉണ്ട് ഇപ്പോൾ ഈ കാരച്ചെമ്മീൻ. ഈ ഒരു സൈസ് വരുന്ന, അതായത് 30 എണ്ണം, 1 കിലോ ഒരു 30 എണ്ണമൊക്കെ വരുന്ന കാരച്ചെമ്മീൻ 560 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ടും ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ലക്ഷറി റെസ്റ്റോറൻറ്റ്സിലോട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഓർഡർ ചെന്ന് എത്തുന്നത് കേട്ടോ. ഫൈനലി ചെന്ന് എത്തുന്നത് അങ്ങോട്ടൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് കുറവൊന്നുമില്ല. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇഷ്ടംപോലെ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും തന്നെ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്സിൽ കാരച്ചെമ്മീൻ, ടൈഗർ പ്രോൺസ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിലയും അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വില കൂടാനായിട്ട് വേറൊരു റീസൺ ടേസ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ കിട്ടുന്നത് വല്ലപ്പോഴും മാത്രം ഇങ്ങനെ കിട്ടിയാലായി. അതുകൊണ്ടാണ് വില കൂടുന്നത് നമ്മുടെ ഈ മാർക്കറ്റിൽ. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കിന്ന് വന്ന കാരച്ചെമ്മീനൊക്കെ തൂക്കി ഓരോരോ ബോക്സിൽ 25 കിലോ വെച്ച് നിറച്ചപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ബോക്സ് ചെമ്മീനാട്ടോ. 18 ബോക്സ് ടൈഗർ ചെമ്മീനും പിന്നെ ഒരു 6 കിലോ എക്സ്ട്രാ ഉണ്ടായിരുന്നു.
അപ്പോൾ 25 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 450 കിലോയും പിന്നെ ഒരു 6 കിലോ, അപ്പോൾ ടോട്ടൽ 456 കിലോ ടൈഗർ പ്രോൺസാണ് നമ്മുടെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ അടക്കിയിരുത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ ഇന്ന് ഇഷ്ടംപോലെ പേര് വന്നിട്ട് ടൈഗർ പ്രോൺസ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ കടകളിലും ടൈഗർ പ്രോൺസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ, രാവിലെ തന്നെ വന്നുകൊണ്ട്. അതെവിടിക്കാൻ ഷായിപ്പ വലിയറമ്പിലോട്ട് ഒരു ബോക്സ് പോട്ടെ. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാർച്ചെമ്മീൻ തന്നെയാണ്. 18 ബോക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 450 കിലോളം വരുമല്ലോ പഞ്ചാബ. 1 കിലോ 25-30 കിലോ വരുന്നുണ്ട്. ഓണായിട്ട് നമുക്ക് കാരച്ചെമ്മീൻ ഒരു ഓർഡർ ഉണ്ട് നമുക്ക്. അപ്പൊ അതിന് വേണ്ടി സാധാരണ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിൽ വലിയ ഉണ്ടാവും, അന്നമനടയിലും ഉണ്ടാവും, കൃഷ്ണൻകോട്ടയിലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും പോരാ. ഓണത്തിന് ഉച്ചക്ക് ഓണം പച്ചക്കറി കഴിക്കുക, വൈകിട്ട് എല്ലാവരും മറ്റേ വിരുന്നുകാരൊക്കെ വരുമല്ലോ. അപ്പൊ കാരച്ചെമ്മീൻ കൊടുക്കാം. ഒരറ്റത്ത് 2 കാരച്ചെമ്മീൻ ഇതേപോലത്തെ 2 ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിക്കും. വിരുന്നുകാരിക്കൊക്കെ ഇത്തവണ കാരച്ചെമ്മീൻ കൂടിയും കൊടുക്കാം കേട്ടാ. ഇത് മൊത്തം കാരയാണ്. അപ്പം ഞങ്ങളുടെ 3 കടയിലും ഈ സാധനം ഉണ്ടാവും. നമ്മുടെ പ്രോസസ്സ് പരിപാടി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതേ പരിപാടി തുടങ്ങാനായിട്ട് പോകുന്നുള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇനി കാറ്റഗറൈസ് ചെയ്യണം, വലുതും ചെറുതായിട്ട് മാറ്റിയിടണം. 30 കൊണ്ടല്ലേ 1 കിലോയിൽ ഇപ്പൊ 30 ഉണ്ടാവും അല്ലെ? 30 ഉണ്ടാവും കേട്ടോ. ഓണം അടിച്ചു പൊളിക്കാം. ഇനി പാഞ്ചാപ്പൻ വേറൊരു കാര്യം പറയണ്ടായിരുന്നു, അത് എന്താന്ന് കേട്ടോ കേട്ടാ. അപ്പൊ എന്താണ് ഒരു ലോഡ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, എന്താണ് സംഭവം? ഇത് ഈ ഓണായിട്ട് ഇത്തവണ കാരച്ചെമ്മീനാണ് ഇറക്കിയേക്കണത്. കാരച്ചെമ്മീൻ മീനെല്ലാ ഐറ്റംസും ഉണ്ട്. കാളാഞ്ചി ഉണ്ട്, നെയ്മീനുണ്ട്, അങ്ങനെ പല പല മീനുകളുണ്ട്. സ്പെഷ്യലായിട്ട് ഈ കാരച്ചെമ്മീനാണ്, കെട്ടുപിടിച്ച കാരച്ചെമ്മീനാണ് കിട്ടുതേ. നല്ല സൂപ്പർ സാധനം. ഇത് ഓണായിട്ട് വിരുന്നുകാർ വരുമ്പോൾ മക്കളെ കെട്ടിച്ചേർന്നല്ലോ, അവരൊക്കെ അവരെ ഭർത്താക്കന്മാരൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് നല്ല സൂപ്പർ കാരച്ചെമ്മീൻ. ഇത്തവണ നാരഞ്ചെമ്മീന് പകരം കാരച്ചെമ്മീൻ കൊടുക്കുക. അടിപൊളി ഓണം. അപ്പൊ എല്ലാവർക്കും അതെ ഓണാശംസകൾ. ഇനി കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോസസ്സ് തുടങ്ങാൻ പോണത്. ഞാനിപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ എല്ലാ പോർഷനും ഞാൻ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തിരിയുന്നതാണ്. ഈ കാണുന്ന പോലെ ചെറുതും വലുതിനും തരംതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഓരോ ബോക്സ്. അതായത് 25 കിലോ ഒറ്റയടിക്ക് ഈ കാണുന്ന പോലെ കൂട്ടിയിട്ടിട്ട് അതിൽ നിന്ന് നമുക്കൊരു ത്രാസ് ഉണ്ട് അവിടെ. ആ ത്രാസിൽ വെച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതിൽ വെച്ചിട്ട് വലുതിനും ചെറുതിനും ഈ 2 കൊട്ടയിലോട്ട് തിരിഞ്ഞു മാറ്റി ഇടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുത് മാത്രം വാങ്ങിക്കാം, ചെറുത് മാത്രം വാങ്ങിക്കാം, അല്ലെങ്കിൽ 2 കൂടി മിക്സ് ആയിട്ടുള്ളതും നമ്മുടെ കടയിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും കേട്ടോ ഈ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഏത് സൈസിലുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് വലിപ്പം നോക്കിയിട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കടയിൽ വന്ന് നേരിട്ട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിലാണ് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത്രയും ബോക്സ് നമുക്ക് തിരിയാൻ വേണ്ട. അപ്പോൾ നമ്മളുടെ ഒരു ടീം ഇവിടെ തിരിയുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഷോപ്പിൽ ഇത് വിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചേട്ടൻ ഒരു 3 കിലോ ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ തിരിയുന്നതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണുന്നത് നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഈ കാറ്റഗറൈസ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും 18 ബോക്സ് എന്ന് പറയുമ്പോൾ 456 കിലോ ചെമ്മീൻ ഇങ്ങനെ തിരിഞ്ഞു മാറ്റിയെടുക്കണം. ഓരോ ചെമ്മീനും നമ്മളുടെ കണ്ണിലൂടെയും കയ്യിലൂടെയും തന്നെ വേണം പോകാനായിട്ടിട്ടാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ സിദിനും ജിദ്ദിനും ജോയിലുമാണ് ഇതിന് തിരിഞ്ഞു മാറ്റുന്ന ഒരു ഇത് ഏറ്റെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാറ്റഗറൈസ് വലിപ്പമുള്ളതാണ് ആ കണ്ടത് കേട്ടോ, ആ കൊട്ടയിൽ നിന്ന് ചൊരിഞ്ഞിട്ടത്. ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ബോക്സിൽ ഈ കാണുന്ന പോലെ ചൊരിഞ്ഞിട്ടിട്ട് വീണ്ടും തിരിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തിരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന പോലെ ബോക്സിൽ വലിയ ഐസ് ബോക്സിലാണ് നമ്മൾ ഐസ് ചെയ്ത് വെക്കുന്നത്. ഫ്രോസൺ ആക്കല്ല, ഐസ് ചെയ്ത് വെക്കുന്നത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തോരം പണിയെടുത്തതിന് ശേഷം നോക്കിയാൽ ഈ ഒരു പരിപാടി ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നതും പിന്നെ നമ്മുടെ കട ഷോപ്പിലോട്ട് എടുത്ത് പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് നിങ്ങളെ ഇത്രയധികം കാരച്ചെമ്മീൻ ഒരുമിച്ച് കാണിക്കാൻ പറ്റിയതിൽ നമുക്ക് വളരെയധികം സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഇപ്പോൾ എന്തെങ്കിലും തെറ്റോ കുറവുകളോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മടിക്കേണ്ട, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന നമ്മളുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. എല്ലാവരോടും ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ സേഫായിട്ട് അടിച്ചു പൊളിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബിഗ് താങ്ക്സ് കേട്ടോ.